അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, പാർട്ടി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമായി വളരെ മനോഹരമായ രീതിയിൽ ഈ പ്രദേശത്തെ സർവ്വജനവിഭാഗങ്ങളുടെയും സർവ മാനുഷികവും ജനാധിപത്യപരവുമായ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സാധ്യമാകുന്ന ഇടപെടൽ നടത്തുന്നതിനും ഒരുമിച്ച് കൂടാൻ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് എന്ന നിലയിൽ ഒരു പൊതു ആസ്ഥാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പ്രവർത്തനം നിർമ്മാണം പൂർത്തിയാക്കി ഈ നാടിന് സമർപ്പിക്കാൻ പ്രയത്നിച്ച പാർട്ടിയുടെ പ്രവർത്തകരെ അഭിമാനപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഇത്തരമൊരു ഓഫീസിൻ്റെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ പൊതു താൽപ്പര്യത്തെക്കുറിച്ചുമെല്ലാം ഒരു വിശദീകരണമില്ലാതെ തന്നെ ഓഫീസിൻ്റെ അഭാവത്തിലും അനുഭവിച്ചറിഞ്ഞവരാണ് ഈ നാട്ടുകാർ എന്നെനിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി ഓഫീസ് ഉള്ളിടത്തും ഇല്ലാത്തിടത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രതിസന്ധിയും പ്രയാസങ്ങളും നിറഞ്ഞ ഘട്ടങ്ങളിൽ പോലും നിർഭയത്വത്തോടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഞാൻ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം, ഈ പാർട്ടിയുടെ പ്രഖ്യാപിത കാലം മുതൽ ഞങ്ങൾ പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക പാർട്ടിയുടെ ആളുകൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ നാട്യത്തോടെ നമ്മുടെ ആളുകളോട് ചോദിക്കാറുണ്ട്, ഇത്രയും കാലമായി നമ്മളെല്ലാം ഇവിടെ പ്രവർത്തിച്ചു പോരുന്നു, ഇനി എന്തിനാണ് ഇത്തരം ഒരു പാർട്ടിയുടെ പ്രവർത്തനം, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന്. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യം രൂപം കൊള്ളുന്നതിന് വേണ്ടി കഠിനപ്രയത്നം നടത്തിയ നമ്മുടെ പൂർവികരുണ്ട്. ഞാനൊരു വലിയ പ്രഭാഷണത്തിലേക്ക് മുതിരുന്നില്ല, ഇവിടെ യുവ നേതാക്കളെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കും. നമുക്ക് ഈ രാജ്യം രൂപപ്പെടുത്തി തന്ന നമ്മുടെ പൂർവികരുണ്ട്. പ്രത്യേകിച്ച് തീരദേശ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഗാമയുടെ ആഗമനം മുതൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രതിരോധം സൃഷ്ടിച്ച മഹാത്ഭുതം പ്രകടമാക്കിയ ആളുകളാണ്. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങളിലൂടെ ഭരണഘടനാ വിധേയമായി രാജ്യത്തെ നമുക്ക് രൂപപ്പെടുത്തി തന്നു. നമ്മുടെ രാജ്യം ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് പോലെ, തീരുമാനിക്കുന്ന പോലെ ഭരിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഭജനം പാടില്ല, വിവേചനം പാടില്ല, അപരവൽക്കരണം പാടില്ല, ആരെയും അന്യരായി കാണാൻ പാടില്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനതയും ജാതി, മത, രാഷ്ട്രീയ, പ്രാദേശിക, ഭാഷാ ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്ര പൗരന്മാരെന്ന നിലയിൽ തുല്യമായി അവസരങ്ങളും അവകാശങ്ങളും നീതിയും നൽകപ്പെടേണ്ടവരാണ്. അവ രാഷ്ട്രത്തിന്റെ പൗരന്മാരാണ്. അവരുടെ അഭിമാനത്തിനോ അന്തസ്സിനോ ജീവനോ ജീവിത സാഹചര്യത്തിനോ ഹാനി സംഭവിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഉറപ്പാക്കേണ്ട ബാധ്യത ഭരണഘടനയ്ക്കുണ്ട്, ഭരിക്കുന്നവർക്കുണ്ട്. ഇത് വിഭാവന ചെയ്യുന്ന ഒരു നിയമം, ഒരു ഭരണഘടന നമുക്ക് രൂപപ്പെടുത്തി തന്നു. അങ്ങനെ മുന്നോട്ട് പോകേണ്ട നമ്മുടെ രാജ്യത്ത് ഈ പാർട്ടി 17 കൊല്ലമായി രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിത് പറയാൻ തുടങ്ങുമ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നില്ല, നിങ്ങൾ ഓർക്കണം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതിന് തുടക്കം കുറിക്കുമ്പോൾ, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നില്ല എന്ന് മാത്രമല്ല, തുല്യതയില്ലാത്ത കലാപത്തിന് ഗുജറാത്തിൽ കാർമ്മികത്വം വഹിച്ച നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന്
17 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ വെറുതെ പറയുകയാണ് എന്ന് പ്രസംഗിച്ച സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ ഈ നാട്ടിലുണ്ട്. ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ പരിഹസിച്ചിട്ടുണ്ട്. മോദി ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല, ഇവരെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്ന്. ഞങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഈ രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ കൃത്യമായി പഠിച്ചു. സുഗലോലുപതയിൽ കഴിഞ്ഞുകൂടുന്ന മണിമാളികയിൽ ജീവിതം തീർക്കുന്നവർക്ക് സാധാരണക്കാരന്റെ പ്രയാസം അറിയാൻ കഴിയില്ല. രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് കടന്നുവെച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് രാഷ്ട്ര ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് അവകാശബോധമുള്ളവരായി മാറണം, അന്യവൽകൃതരല്ല നാം എന്ന് പഠിപ്പിച്ച, ഈ രാജ്യം എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറയാൻ പഠിപ്പിച്ച, നിശ്ചയദാർഢ്യവും ജനാധിപത്യ ബോധവും പകർന്നു കൊടുത്ത, അന്യരെ പോലെ ജീവിക്കേണ്ടി വന്നവർക്ക് ജനാധിപത്യത്തിന്റെ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കാൻ ജീവിതം മാറ്റിവെച്ച, നമ്മുടെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന മഹാനായ അബൂ സാഹിബ് എന്ന അബൂബക്കർ സാഹിബ് എന്ന തടവറയിൽ കഴിയുകയാണ്. അപ്പൊ ചിലര് പറയും ജയിലിൽ ഒരുപാട് പേരുണ്ട് എന്ന്. ഞാനിത് പറയുന്നത് വളരെ സുഖസൗകര്യപ്രദമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുള്ള, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നേതാക്കന്മാർ അവർക്ക് വേണമെങ്കിൽ മറ്റൊരു മാർഗം തെരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ തങ്ങളുടെ മുന്നിൽ തടവറയെങ്കിൽ തടവറ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുന്ന ശക്തികളോട് സന്ധിയില്ലാതെ സമരം ചെയ്യും, ഫാഷിസ്റ്റുകളോട് ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് നേടാനില്ല എന്ന നിർഭയത്വത്തിന്റെ തിരിച്ചറിവിന്റെ മൂല്യവൽകൃത വ്യക്തിത്വത്തിന്റെ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് തടവറ വിധിക്കപ്പെട്ടത്. നിങ്ങളത് മനസ്സിലാക്കണം. ആ നിലയിൽ ഞാൻ പറയുന്നത്, ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത് നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം, നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം. ആരുടെയും ഔദാര്യം നമുക്ക് വേണ്ട, ആരുടെയും ഓശാരം നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങളും അവസരങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വേണ്ടത്. ഈ രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഇവിടെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് 3 പതിറ്റാണ്ട് കാലമായി ഈ പ്രദേശങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി മാറി നമ്മെ സമീപിച്ച് നമുക്ക് വേണ്ടി അവരുടെ ജീവനും ജീവിതവും മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രദേശത്തിന്റെ ജനതയെ രാഷ്ട്രീയവൽക്കരിച്ച് തലമുറയോട് നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കണം, അങ്ങനെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരായതുകൊണ്ട് ആ ഒരു ജീവിത സാഹചര്യം നമുക്ക് ലഭ്യമാകുകയില്ല. കോടിക്കണക്കിന് രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പൗരന് സ്വസ്ഥത കിട്ടുകയില്ല. നമുക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് എന്നതുകൊണ്ട് ഒരാൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ പോകുന്നില്ല. നല്ല ബലിഷ്ഠമായ കൊട്ടാരം പണിത് അതിൻ്റെ അകത്തളത്തിൽ ബുള്ളറ്റ് പ്രൂഫ് കൊട്ടാരത്തിൽ താമസിച്ചാലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷമല്ല രാജ്യത്തുള്ളത്. മറിച്ച് ഈ രാജ്യത്തിന് കാവൽ നിൽക്കാൻ പ്രാപ്തിയുള്ള, രാഷ്ട്ര ഭരണഘടന നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള, രാജ്യത്തിന്റെ മുഴുവൻ ജനതയും മനുഷ്യരായി കാണുന്ന, പൗരന്മാരായി പരിഗണിക്കുന്ന, രാഷ്ട്ര വൈവിധ്യങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, മറ്റൊന്നിനെയും ഭയപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വവും ഒരു രാഷ്ട്രീയ സംഘാടനവും നടത്തി തലമുറയ്ക്ക് സുരക്ഷിതത്വം ഒരുക്കൽ മാത്രമാണ് പരിഹാരം. അതാണ് ഈ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സന്ദേശമാണ്. കാരണം ഇത് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടത്, ഒരുപാട് തറവാടിന്റെ പാരമ്പര്യം പറയാൻ പറ്റിയ നേതാക്കന്മാർ ഉണ്ടാകണമെന്നില്ല. നിലവിൽ ചുവന്ന ബോർഡ് വെച്ച വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നവരും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒന്നുണ്ട്, തൂക്കുകയറ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും
കാരാഗ്രഹമാണ് മരണം വരെ വിധിക്കപ്പെടുന്നെന്ന് ബോധ്യം വന്നാലും ഫാഷിസ്റ്റുകളും അവരെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും തന്റെ മുന്നിലേക്ക് തോക്ക് ചൂണ്ടി വന്നാലും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച് രാഷ്ട്ര ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറയാൻ പറ്റുന്ന നിർഭയത്വത്തെ നെഞ്ചിലേറ്റുന്ന രാഷ്ട്രീയ സംഘാടനം, അതാണ് ഈ രാജ്യത്ത് വേണ്ടത്. അതിന് ഞങ്ങൾ ഒരു ശക്തിയെയും ഭയപ്പെടുകയില്ല, ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. അതിവിടെ മാത്രമല്ല, നിങ്ങൾ ഈ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ പരിപാടികളൊന്ന് നടന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുജറാത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നത്, വലിയ പാരമ്പര്യം പറയാൻ പറ്റുന്ന നേതാക്കന്മാരല്ല ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത്, ഒരു സമൂഹത്തിന്റെ നേട്ടം. മറിച്ച് ഒന്നിനെയും ഭയപ്പെടാതെ രാഷ്ട്ര വ്യവസ്ഥിതിയെ മാത്രം മാനിച്ച് നമ്മൾ രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാനിക്കുക, രാജ്യത്തിന്റെ ഭരണഘടനയെ മാത്രമാണ് മാനിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ രാജ്യത്തിന്റെ സംഘപരിവാർ ഭരണകൂടം വെച്ച് നീട്ടുന്ന ഔദാര്യം സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നീ തടവറ വിധിക്കപ്പെട്ട പലരും മോചിതരായനെ. എന്നാൽ ഇന്ന് തടവറയിൽ പോകാതെ പലരും നാട്ടിൽ ജീവിക്കുന്നത് സംഘപരിവാറിനോട് സമരസപ്പെട്ടുകൊണ്ടാണ് എന്ന് ചേർത്ത് മനസ്സിലാക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. സാമ്പ്രദായിക മതലേബൽ സ്വീകരിച്ചവരും മതനിരാസം സ്വീകരിച്ചവരുമെല്ലാം ഇതിൽ തുല്യരാണ്. സംഘപരിവാറിനോട് ഓരം ചേർന്ന് നിന്ന് തരാതരം പോലെ അവരെ പിന്തുണച്ച് അവർക്ക് തറവാടിൽ വിളിച്ച് സൽക്കാരം കൊടുത്ത് അവര് പറയുന്നത് പലതും ചെയ്തു കൊടുത്ത് അങ്ങനെ അവർക്ക് വിടുപണി ചെയ്തുകൊണ്ട് മാത്രമാണ് കാരാഗ്രഹം ലഭ്യമാകാത്തതെന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ അബൂബക്കർ ഉൾപ്പെടെയുള്ളവർക്ക് കാരാഗ്രഹം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുന്നു, ഫാക്ഷത്തിന്റെ മുന്നിൽ മുട്ടിലിഴയാട്ടത് കൊണ്ട് മാത്രമാണ്. എന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു അബൂബക്കർ എന്നതല്ല, രാജ്യത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ജനാധിപത്യ ബോധമുള്ള, നീതിബോധമുള്ള, ഭരണഘടന അംഗീകരിക്കുന്ന, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, ആരെങ്കിലും ഭയപ്പെടുത്തുമ്പോൾ പേടിക്കാത്ത രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായി വരണം. അത് ഈ പള്ളിത്താഴെ ഗ്രാമത്തിലുണ്ടാകണം, ഈ തീരദേശത്തുണ്ടാകണം, ഇവിടത്തെ ഈ പഞ്ചായത്തിൽ, ചേറോട് പഞ്ചായത്തിലുണ്ടാകണം, നമ്മുടെ മണ്ഡലത്തിലുണ്ടാകണം, കോഴിക്കോട് ജില്ലയിലുണ്ടാകണം, കേരളത്തിലുണ്ടാകണം, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഉണ്ടാകണം. അത്തരം നിർഭയ നേതൃത്വത്തിന്റെ കീഴിൽ ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അണികൾ, അനുഭാവികൾ വളർന്നു വരണം. അവർ രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം. അവർ ഈ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരായി മാറണം. അവർ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്നവരായി മാറണം. അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അവിഹിത സമ്പാദനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ടി രാഷ്ട്ര താല്പര്യത്തെയോ സമൂഹ താല്പര്യത്തെയോ ഭരണഘടനാ താല്പര്യത്തെയോ സമുദായ താല്പര്യത്തെയോ ബലി കൊടുക്കാത്തവരായി മാറണം. അതിനു വേണ്ടിയുള്ള ഒരു കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പാർട്ടി. എന്റെ പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുന്നത് ഇവിടെ ഓടി നടക്കുന്ന കുറച്ച് പ്രവർത്തകർ മാത്രമല്ല ഈ പണി ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വലിയ കൊട്ടാരം കെട്ടി താമസിക്കുന്നവരൊന്നും സുരക്ഷിതരാണ് എന്ന് വിചാരിക്കണ്ട. നമുക്ക് വേണ്ടത് ഈ രാജ്യത്തിന് കാവൽ നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ളവരെ വളർത്തിക്കൊണ്ടുവരലാണ്. ഈ നിൽക്കുന്ന സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആളുകൾ പലതും പറഞ്ഞ് പേടിപ്പിക്കും. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും അതിന്റെ വിമോചനവും പോരാട്ടത്തിലൂടെ മാത്രം രൂപം കൊണ്ടതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ചാള് ജയിലിലേക്ക് പോയി, അല്ലെങ്കിൽ തല്ലാൻ പോക്കുമൊക്കെയില്ല, തല്ലുകൊണ്ടു, ഇതുകൊണ്ടൊക്കെ എന്തോ അല്ല. അതിനപ്പുറത്ത് നിങ്ങളൊന്ന് ഫലസ്തീനിലേക്ക് നോക്കി. ഞാൻ അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്ക് നോക്കുന്നില്ല. പക്ഷേ ഫലസ്തീനികൾ ആ രക്തസാക്ഷിത്വം അള്ളാഹു സ്വീകരിക്കട്ടെ. അതൊന്നും കൊണ്ട് ഞാൻ പറയാലോ, ഇസ്ലാമിനെ അല്ലെങ്കിൽ അത്തരമൊരു പോരാട്ട വീര്യത്തെ തകർക്കാൻ
സൈനിസത്തിന്റെയോ സാമ്രാജ്യത്തെ പിന്തുണയുള്ള ബോംബുകൾക്കോ സർവശക്തികളുടെ ഐക്യസംഘങ്ങൾക്കോ സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയല്ല, ഒരു ജനാധിപത്യവാദിയല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നും നമുക്ക് ആശങ്ക വേണ്ട. മാനുഷികമായ വേദനയുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളാണ് രക്തസാക്ഷിത്വം മരിച്ചുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു മക്കളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായി ബോംബ് വർഷം നടക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ മുഴുവൻ RSSകാരും ആ ഇസ്രയേലിനെ പിന്തുണയ്ക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാ, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി RSSകാരനാ. ഒരു RSSകാരൻ മറ്റൊരു RSSകാരനേക്കാൾ ഭേദമാണ് എന്ന് അബദ്ധത്തിൽ ഏതെങ്കിലും ലീഗ് സഹോദരന്മാര് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കരുത്. RSS ആണോ അത് എവിടെയും RSS ആണ്. അത് RSS ആണ്. അതിന് കാരണം അവർക്ക് ആത്യന്തികമായി മനസ്സ് പേറിയ ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിമിനെ കൊല്ലണം, ക്രിസ്ത്യാനിയെ കൊല്ലണം, ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലണം, ദളിതുകളെ കൊല്ലണം. അങ്ങനെ സവർണ ബ്രാഹ്മണ്യ മനുസ്മൃതി രാജ്യം ഇവിടെ സൃഷ്ടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ്. അതാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്കിടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫാഷിസത്തിനിടയിൽ നമുക്ക് മതില് കെട്ടാൻ പറ്റുന്നത് വലിയ രാഷ്ട്രീയ സംഘാടനം കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, സുഖലോലുപതയിൽ കഴിയുന്നവർക്ക് അത് സൃഷ്ടിക്കാൻ സാധ്യമല്ല. അവരവരുടെ സുഖം വിട്ടിറങ്ങാൻ തയ്യാറല്ല. അവർക്ക് അതാണ് വേണ്ടത്. അത് നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, ഇന്ത്യയിൽ അങ്ങനെയാണ്, ലോകത്തെങ്ങനെയാണ്. ഫലസ്തീനെതിരെ ക്രൂരമായി, ഏകപക്ഷീയമായി, മൃഗീയമായ അതിക്രമം നടക്കുക. അറബ് രാഷ്ട്രങ്ങൾ കൂടിയിട്ട് അവിടെയും അപലപിച്ചു. ആരോ പറഞ്ഞതുപോലെ അപലപിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി കേരളത്തിൽ മാത്രമെന്നാണ് ഇതുവരെ ധരിച്ചത്. ഇപ്പൊ മനസ്സിലായി, ഇത് ലോകത്ത് മുഴുവനും ഇത് തന്നെയാണ് പരിപാടി. ബാബരി മസ്ജിദ് തകർത്തു. ഞാൻ ചുമ്മാ വിചാരിക്കാറുണ്ട്, 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അതിനൊരു 10 കൊല്ലം മുമ്പ് ഈ പ്രസ്ഥാനത്ത് രൂപം കൊടുത്തിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദിന്റെ ഒരു കല്ലിളകാൻ അന്ന് സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. എന്താ തീരുമാനിക്കേണ്ടത്? ഇന്നിപ്പോ ഇതാണ് സ്ഥിതി. ഇന്ന് കോൺഗ്രസ് 100 കൊല്ലായി കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ചില യാത്രയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരിപ്പോ രക്ഷകരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയ ഫാഷിസ്റ്റ് തേർവാഴ്ച ഇന്ത്യയിൽ നടന്നത് ഇവരൊക്കെ ഭരിക്കുമ്പോഴാണ്. മഹാരാഷ്ട്രയിലും ബോംബെയിലും കലാപം നടന്നു. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിനം മുതൽ 92 ഡിസംബറിലും 93 ജനുവരിയിലും മഹാരാഷ്ട്രയിലെ മുസ്ലിം കല്ലുകളിലേക്ക് കടന്നു ചെന്ന ഫാഷിസ്റ്റുകൾ 100 കണക്കിന് മനുഷ്യമക്കളെ ചുട്ടുകൊന്നു. ഒരാൾക്കെതിരെ പോലും കേസില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഞാൻ ആക്ഷേപം പറയുകയല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകപക്ഷീയമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് വരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു 10 കൊല്ലത്തിന് ശേഷം അബദ്ധത്തിലെടുത്ത കേസുകൾ മാറ്റിവെച്ചാൽ 10 വർഷത്തിന് മുമ്പ് രാജ്യത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് പാർലമെന്റിൽ പറഞ്ഞ കണക്കനുസരിച്ച് 14,000-ലധികം മുസ്ലിം വംശഹത്യ, 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കലാപം, അതിൽ ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ ഭഗൽപൂരിൽ ജീവനോടെ മുസ്ലിങ്ങളെ കുഴിച്ചു മൂടി അതിന്റെ മുകളിൽ 89-ൽ പച്ചക്കറി കൃഷി ചെയ്തുൾപ്പെടെയുള്ള സംഭവവികാസങ്ങളിൽ RSSകാരൻ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരാള് പോലും, ആലോചിച്ച് നോക്കി, ഒരാള് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? ഒരാള് പോലും. RSSകാർക്ക് തല്ലുകൊണ്ട മനസ്സിലാവും വേദന എന്താന്ന്. പക്ഷെ നമ്മളാരും തല്ലാൻ നിൽക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണ് അവർക്കറിയാം. എന്നതുപോലെ 10 കേസ് എടുത്തിരുന്നെങ്കിൽ കേസ് എടുത്തിട്ടില്ല. ബാബരി മസ്ജിദ് തകർത്തവരെ പൊതുഖജനാവിന് പണം ഉപയോഗപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നാക്കി അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ്. ഞാനിത് പറയുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ഇനി അവരൊക്കെ വന്നാൽ എന്തോ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞാൽ
ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളോട് സാമ്പ്രദായിക പാർട്ടികൾ പറയണം. ആരോട്? ഈ രാജ്യത്തെ സാധാരണക്കാരായ 89% വരുന്ന അവർണ അധസ്ഥിത മതന്യൂനപക്ഷ തീരദേശ ജനതയോട് സാമ്പ്രദായിക പാർട്ടികൾ, ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ദേശീയ തലത്തിലുമുള്ള മുഴുവൻ പാർട്ടികളും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പറയുകയാണ്, നിങ്ങൾ സ്വന്തമായി ഒരു വീട് വെക്കണ്ട, ഞങ്ങളുടെ ഉമ്മറപ്പടിയിൽ കഴിഞ്ഞു എന്ന്. നിങ്ങൾ ഇവിടെ കഴിഞ്ഞോ? നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണ്ട, ഒരു വീട് വെക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി, മുസ്ലിങ്ങൾ മാത്രമല്ല 89% വരുന്ന ഈ രാജ്യത്തെ സാധാരണക്കാര് ഐക്യപ്പെട്ട് രാഷ്ട്രീയമായി അവരുടെ അസ്തിത്വം പരിഗണിക്കുന്ന, വ്യക്തിത്വം പരിഗണിക്കുന്ന, സ്വത്വബോധവും രാഷ്ട്രീയവും വിശ്വാസവും പരിഗണിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ വളർത്തണ്ട. ഞങ്ങളെ ഉമ്മറപ്പടിയിൽ തിണ്ണേൽ കിടന്നാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ ആരാ നടക്കുന്നത്? അത് തിരുത്തി ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത്, ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട്, പ്രായമായ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഒരു 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് SDP പോലെയുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഇന്നീ സ്ഥിതി ഉറക്കെ പറഞ്ഞോ ഉണ്ടാവില്ല. അത് ആരോട് ചോദിച്ചാലും ഇനി അടുത്തൊരു 25 കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. 25 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ള അഭിമാനത്തോടെ പറയണം, ഈ രാജ്യത്തിനൊരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു, അത് ഭയപ്പെടുത്തലിന്റെ ആയിരുന്നു, അത് അക്രമത്തിന്റെ ആയിരുന്നു. മതവും ജാതിയും പ്രദേശവും നോക്കി ആക്രമിച്ചിരുന്നു. ബാഹ്യമായ മതസംസ്കൃതി അടയാളപ്പെടുത്തി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരുന്നു. അതായിരുന്നു ഇന്ത്യയുടെ ചരിത്രം. അത് തിരുത്തി കുറിച്ചത് ഒരു 30 കൊല്ലം മുമ്പ് ഈ അബൂബക്കർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത് രാജ്യവ്യാപകമായി പ്രവർത്തിച്ച് നമ്മുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഉമ്മമാരും പെങ്ങന്മാരും അമ്മമാരും അച്ഛന്മാരും സർവരും ഐക്യപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന SDP അന്ന് രൂപം കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നതെന്ന് 25 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ തലമുറ പറയണ്ടേ? അതാണ് അവർ സ്വന്തമായി ഒരു തറവാട് നമ്മൾ രൂപപ്പെടുത്തണം. ഈ ഉമ്മറത്ത് കിടക്കുന്ന, ഈ തിണ്ണയിൽ കിടക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കണം. അതാ നമ്മൾക്ക് ഉണ്ടാകേണ്ട രാഷ്ട്രീയ മാറ്റം. അവരിങ്ങനെ പലതും പറയും, ഞങ്ങളിവിടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? കോഴിക്കുഞ്ഞ് വേണോ? ഞങ്ങളിവിടെ ഇല്ല. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ഔദാര്യങ്ങളല്ല വേണ്ടത്, അഭിമാനമാണ് വേണ്ടത്. അന്തസ്സോടെ ജീവിക്കാൻ പറ്റണം. ഈ RSSുമായി ഐക്യപ്പെടുന്ന രഹസ്യമായും പരസ്യമായും RSS നേതാക്കൾക്ക്, ഞങ്ങളുടെ തറവാടിൽ നിരന്തരമായി സ്വീകരണം ഒരുക്കുന്ന ആളുകൾക്ക്, ആത്മാഭിമാനം നഷ്ടപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് നിർഭയമായ നിലപാടുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ നോക്കിയേ, ശബരിമലയിൽ അയ്യപ്പ സംഗമം, പിണറായി വിജയൻ നടത്തിയ സംഗമത്തിന് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങിയ രണ്ടാമനാരാന്നറിയോ? വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ കാറിൽ കൊണ്ട് നടക്കാൻ പിണറായി ആൾക്കേണ്ട യോഗ്യത എന്താ? കേരളത്തിന്റെ മുസ്ലിം സമുദായത്തെ നിരന്തരമായി ഫൽസിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ പിണറായി കാറിൽ കൊണ്ട് നടന്നത്. വേറെന്ത് യോഗ്യതയാക്കണത്? എന്നിട്ടോ അതിന് ആശംസ അറിയിച്ച ഒരു മുഖ്യമന്ത്രി ആരാന്നറിയോ? യോഗി ആദിത്യനാഥ്. ഞാൻ ചോദിക്കുന്നത്, അല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ INLന്റെ പ്രവർത്തകരാരെങ്കിലും കേൾക്കണോട്ടോ. INLും കൂടി പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ട പ്രിയപ്പെട്ടവരെ. ആത്മാഭിമാനം നമുക്കില്ലേ? മഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ ചട്ടു സാഹിബിനെ സ്നേഹിക്കുന്ന പകൽപൂർ കലാപമുണ്ടായപ്പോൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് UDF പീഡനം കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പരസ്യമായി നിലപാട് സ്വീകരിച്ച ആർജവത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുമ്പോഴും ആക്ഷേപത്തിന്റെ അഴിമതിയുടെ കറപുരളാട്ട വിശ്വാസം കാത്തു സൂക്ഷിച്ച മാതൃകാ വ്യക്തിത്വം എന്ന് പറയാൻ പറ്റുന്ന ചട്ടു സാഹിബിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ പിണറായിയെ പിന്തുണയ്ക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്കിയങ്ങള് എന്താ സ്ഥിതി. ആ പിണറായി വിജയൻ അദ്ദേഹം നടത്തിയ പരിപാടിക്ക് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു, എല്ലാ മുഖ്യമന്ത്രിയുടെ പട്ടികയിൽ. അത് മാത്രല്ല, UPയിൽ പിണറായി ചെന്നപ്പോൾ സ്നേഹോഷ്മളമായ സ്വീകരണം കൊടുത്തു. പിന്നെന്താ, കിരീടം വെച്ചു കൊടുത്തു. കിരീടം വെച്ചു കൊടുത്തു. ആരാ? എന്താ ഈ ബന്ധം? എത്ര കാപഢ്യമാണ് കാര്യങ്ങള്.
അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, തലമുറയ്ക്കൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകണം, അവര് നിലനിൽക്കണം. പഞ്ചായത്തിൽ അർഹതപ്പെട്ടവരുണ്ടാകണം, പാർലമെന്റിൽ അർഹതപ്പെട്ടവരുണ്ടാകണം എന്ന് പറഞ്ഞ ചില പേരുകാരുണ്ടാകണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ രാജ്യത്ത് ഇത്രയും കലാപങ്ങൾ അരങ്ങേറുമ്പോഴും അതിനെയൊക്കെ പിന്തുണക്കുന്ന പേരുകാരല്ല വേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ കലാപം നടന്ന പശ്ചാത്തലത്തിൽ കേസെടുത്തില്ല എന്ന് പറയുമ്പോൾ അന്ന് അതിനെയും പിന്തുണച്ചിരുന്ന സാമ്പ്രദായിക സമുദായ പ്രസ്ഥാനങ്ങളുണ്ട്. കമാ എന്നൊരക്ഷരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പറഞ്ഞുപോയ സേട്ടു സാഹിബിനെ പുറത്താക്കി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്താ കാരണം? അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടുന്നവരല്ല സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, എന്നെ കേൾക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട്, അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട്, INL പ്രവർത്തകരോട്, ജനാധിപത്യ വിശ്വാസികളോട്, രാഷ്ട്രസ്നേഹികളോട്, ഈ രാജ്യത്തെ ഫാഷിസം എവിടെ എത്തിച്ചു നമുക്ക് ബോധ്യമുണ്ടല്ലോ. തകർന്നടിഞ്ഞു ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർന്നടിഞ്ഞു. ലോകത്തെ സാമ്രാജ്യത്വവാദിയായ, ഫാഷിസ്റ്റ്വാദിയായ, മനുഷ്യത്വം തൊട്ട് തീണ്ടാട്ട ഭീകരവാദിയായ ട്രംപിന് ഐക്യപ്പെട്ടുകൊണ്ട്, ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ട് ഇന്ത്യൻ ഫാഷിസത്തിന്റെ രൂപമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ചെന്ന് വോട്ട് തണ്ടിയപ്പോൾ തുടങ്ങിയ മൈ ഫ്രണ്ട് പ്രയോഗം അവസാനം എവിടെയെത്തി? രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, അയൽ രാജ്യങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്നു, രാജ്യത്തിന്റെ എതിർ രാജ്യങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനം രാഷ്ട്രനിവാസികളുടെ ജീവിതോപാധികൾ പോലും തകർക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ വിദേശ ബന്ധം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നയതന്ത്ര രംഗത്ത്, ചേരിചേരാ രംഗത്ത് നേതൃപരമായി പങ്കുവഹിച്ച രാഷ്ട്രചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് ഫാഷിസത്തിനും സൈനിസത്തിനും കുഴലൂട്ട് നടത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ RSSന്റെ മനസ്സതാണ്. അവർ കൊലപാതകികളോടൊപ്പമാണ് എപ്പോഴും. ഇതാണെന്ന് രാജ്യത്തിന്റെ സ്ഥിതി. ഈ തകർന്നടിഞ്ഞ പശ്ചാത്തലത്തിൽ നമുക്കൊരു ഫാഷിസ്റ്റ് പ്രവർത്തി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, RSSകാരനാണെന്ന് ബോധ്യം വന്നാൽ അവന് ഹസ്തദാനം നടത്തരുത് എന്ന നിലപാടാണ് നമുക്കുള്ളത്. ഞാൻ ചെയ്യൂല, എനിക്ക് അനുഭവമുണ്ട്. ഇവിടെ നെഹ്റു യുവകേന്ദ്ര ഡയറക്ടറായിരുന്നു മന്ത്രി V മുരളീധരൻ. ഒരു പരിപാടിക്ക് വന്നപ്പോൾ കൈ തന്നു, ഞാൻ കൈ കൊടുത്തില്ല. അന്ന് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഒരുപാട് മതന്യൂനപക്ഷങ്ങളുടെ ദളിതുകളുടെ രക്തം പുരണ്ട കയ്യ, മതന്യൂനപക്ഷങ്ങളെ വെട്ടിക്കൊല്ലാൻ പഠിപ്പിച്ച കയ്യ, പഠിക്കുന്ന കയ്യ. നമ്മളത് മനസ്സിലാക്കണം. രാജ്യവ്യാപകമായി എണ്ണിയാൽ തീരാത്ത കലാപങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച, ഒരു കാലത്ത് ജബൽപൂരെന്നും ഭഗൽപൂരെന്നും ജാംഷഡ്പൂരെന്നും അഹമ്മദാബാദെന്നും അലിഗഡെന്നും മീറത്തെന്നും സൂറത്തെന്നും യൂത്ത് ലീഗിന്റെ തൂലിക എഴുതിയത്, അൽ ഇർഫാദ് എഴുതിയത്, സുന്നത്ത് മാസിക എഴുതിയത്, അതുപോലെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എഴുതിയത്, ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതിയത്, സിറാജ് പത്രം എഴുതിയത്, അവിടെയൊന്നും ജനാധിപത്യ വിപ്ലവം നടന്നിട്ടല്ല. 10,000-കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ RSSന്റെ ഭീകരകൃത്യം നടന്ന നാടെന്ന പേരില്ല. അങ്ങനത്തെ RSS അത് എവിടെയല്ല RSSും അങ്ങനെയല്ലേ? എവിടെയല്ല RSSും അങ്ങനെയല്ലേ? അപ്പൊ ഇത് പറയവേണ്ട. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സർവ്വജനങ്ങളും RSSനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. പണ്ട് ഞങ്ങളിത് പറഞ്ഞപ്പോ തെറ്റിദ്ധരിപ്പിച്ചു. അവസാനം ഇവിടെ NRC സാഹചര്യം വന്നപ്പോഴെല്ലാവരും പിന്നെ കുറച്ചൊക്കെ പറയാൻ തുടങ്ങിയത്. ഞാനൊക്കെ ജുമ്മയ്ക്ക് ഓതിയ ആയത്തൊക്കെ ഇപ്പോഴാ പിന്നെ പലരും ഓതാൻ തുടങ്ങിയത്. ഞാൻ പല്ലേക്കൊന്നും പോകുന്നില്ല. പറഞ്ഞു വന്നത്, RSSകാർ എങ്ങനെ ഹസ്തദാനം ചെയ്യാൻ പറ്റുക? പാലക്കാട്ടൊരു RSSകാരെ കോൺഗ്രസ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞെന്താ, ഞാൻ RSSന്റെ വിശ്വാസവും സംസ്കാരവും ഉപേക്ഷിച്ചു എന്നാണ്. എൻ്റെ ഒറ്റ സംസ്കാരമുള്ളൂ, അത് മാറാടായാലും കേരളത്തിൽ എവിടെയാണെങ്കിലും ഒറ്റ സംസ്കാരമുള്ളൂ. മുസ്ലിങ്ങള്, ക്രൈസ്തവര്, ദളിതുകള്, കീഴാളര് അവരെയൊക്കെ കൊല്ലുക, ബ്രാഹ്മണ രാജ്യം സൃഷ്ടിക്കുക. അങ്ങനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന, കൊന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും ഒരു ഭീകര പ്രസ്ഥാനമാണ് RSS. ആ RSSകാരായ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ ഭരിക്കുമ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം നമുക്ക് തീരുമാനിക്കണം. ഞാൻ ഈ നാട്ടിലും, ഈ ബ്രാഞ്ചിലും, ഈ വാർഡിലും, തൊട്ടടുത്ത വാർഡിലും, ഈ പഞ്ചായത്തിലും, അങ്ങനെ കേരളവും ഇന്ത്യയും ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരെ അറിയുന്നവർ നിയന്ത്രിക്കുന്ന സ്ഥിതി വരണം. അല്ലാതെ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്നിട്ട് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഭരണകൂടത്തോടൊപ്പം നിന്നിട്ടും കാര്യമില്ല.
ഇന്നും പൂട്ടപ്പെട്ട പള്ളികൾ ഉണ്ട് തീരദേശത്ത്. മാറാട്ട പള്ളി തുറന്നോന്നറിയില്ല, അതാ സ്ഥിതി. ഞാൻ അതുകൊണ്ട് പറയുന്നത്, ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരണം. ഈ ഓഫീസ് ഈ പ്രദേശത്തിന് കാരണമാകണം. സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ചില ഗുണങ്ങളുണ്ടാകാം, പക്ഷേ പൊതുസമൂഹത്തിന് ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. നമ്മുടെ ഒരു പാർട്ടി ചുമ്മാ എതിർക്കുന്നില്ലല്ലോ. ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റുകളാണെങ്കിൽ ജനാധിപത്യവാദികളാണ്, അഭിമാനത്തോടെ പറയും. മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ സമുദായത്തിന് വേണ്ടിയാണെങ്കിൽ സ്നേഹത്തോടെ അത് പറയണം, അത് ചെയ്യണം. സംവരണം അട്ടിമറിക്കുന്നു, സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അതിനെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ലക്ഷക്കണക്കിന് ജാതി മതഭേദമന്യ മനുഷ്യർ ഉപജീവന മാർഗത്തിൽ ഉപയോഗിക്കുന്ന അറബി ഭാഷയ്ക്ക് ഒരു സർവകലാശാല വേണമെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അവരാണ് സംസ്കൃത സർവകലാശാല ഇവിടെ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അവകാശത്തെക്കുറിച്ച് പറഞ്ഞു പോയാൽ ഞങ്ങളുടെ മതനിരപേക്ഷത നഷ്ടപ്പെടുന്ന വിചാരം അത് വളരെ അപകടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശവും ആത്മവിശ്വാസവും ആത്മാഭിമാന ബോധവും അത് വലുതാണ്. അതിന് ശോഷണം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ സംഘർഷമല്ല വേണ്ടത്. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ തിരിച്ചറിഞ്ഞ് രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ ആശയം നെഞ്ചിലേറ്റണം. നിങ്ങളുടെ ചുണ്ടുകൾ കാതുകളോട് പറയണം, നാടിനോട് പറയണം, കുടുംബ ബന്ധങ്ങളോട് പറയണം. ആർക്കും നേതാവാകാൻ വേണ്ടിയല്ല, ആർക്കും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയല്ല, നമുക്ക് എല്ലാവർക്കും കൂടി പണിയെടുത്ത് നമ്മുടെ ആളുകൾ പഞ്ചായത്തിൽ ജയിച്ച് നിയമസഭയിൽ ജയിച്ച് ഒരു 25 കൊല്ലം കൊണ്ട് ആരെയും പേടിക്കാതെ ഇന്ത്യക്കാർ ജീവിക്കുന്ന ഒരു നല്ല ഇന്ത്യ വേണം. അതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളി സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് രാജ്യത്തിനും സമൂഹത്തിനും സാമൂഹ്യനീതിക്കും ഭരണഘടനയ്ക്കും അടുത്ത തലമുറയ്ക്കും വേണ്ടി ഒരു നിർഭയ രാഷ്ട്രീയ സംഘാടനത്തിൽ നിങ്ങൾ കൂടുതൽ സജീവമാകണം. ഈ നാട്ടുകാർ മുഴുവനും അതിൽ പങ്കാളികളാണ്. പരസ്പരം കാണുമ്പോൾ ആരും മോന്ത വീർപ്പിക്കേണ്ട കാര്യമില്ല. ചിലക്കങ്ങ് രാഷ്ട്രീയം, ചില ആളുകൾ അങ്ങനെയുണ്ട്, രാഷ്ട്രീയം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചിട്ട് ഇത് ഈ പരിപാടിയോട് പോലും ചിലക്ക് അസഹിഷ്ണുത ഉണ്ടാകാം. അതിൻ്റെ ഒരു ആവശ്യവും നമുക്കില്ല. നമ്മളെല്ലാവരും രാഷ്ട്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, സത്യസന്ധരാണ്. നമ്മളൊന്ന് വിലയിരുത്തും കൂടി ചെയ്യണം. ഒറ്റ കാര്യം കൂടി പറയാണ്, ഞാനിപ്പോൾ 25 കൊല്ലമായി ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ 50 കൊല്ലമായി. ഈ 50 കൊല്ലം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടാകാം, ഈ സമൂഹത്തിന് എന്ത് ഗുണം കിട്ടിയെന്ന് ആലോചിച്ച് ഞാൻ പറയുന്നു, നേതാക്കന്മാരുടെ തറവാടിന്റെ വലിപ്പം നോക്കിയല്ല, തലമുറയ്ക്ക് രാഷ്ട്രത്തിന് എന്ത് കിട്ടി, കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് എന്തെങ്കിലും നേടാനായിട്ടുണ്ടോ എന്ന് വിലയിരുത്തി രാഷ്ട്ര നിർമ്മിതിയുടെ, സ്നേഹത്തിന്റെ, നിർഭയത്വത്തിന്റെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ, ഒരുമയുടെ, ഭാവിയുടെ കരുതലിന്റെ രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ ആളുകളും സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.